നിങ്ങൾക്ക് ഒരു മതമുണ്ട്, നിങ്ങൾ ആ മതത്തിന്റെ പേരിൽ ഇത്രയും കുട്ടികളെ ഇവിടുന്ന് മാറ്റിയത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞങ്ങൾ അതിന്റെ വ്യക്തമായ കാരണം അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇവരെ വിടത്തില്ല, വേറൊരു കാര്യമുള്ള ഇവരെ വിടത്തില്ല. ഇവരെ ഈ പരാതി നിങ്ങൾ നിയമപരമായിട്ടാണ് ചെയ്തത്. എന്താണ് ചെയ്തത് ഞങ്ങൾ കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെയും കൂടെ പൈസ തന്നിട്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത്. അതിന് അറിയാനുള്ള ഒരു മൗലികമായ അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലുള്ള ഡോക്ടർ ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥികളെ അതിന് അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയരുകയും നിരവധി മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുട്ടികൾക്ക് നിയമപരമായിട്ടുള്ള TCO അല്ലെങ്കിൽ സ്കൂളിന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള കാര്യങ്ങളോ അവർ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രഥമ അധ്യാപികയും അവിടുത്തെ ഹെഡ് മിസ്സസുമായ നമ്മളോട് പറഞ്ഞത്. കാരണം ഈ കുട്ടികളെല്ലാം മറ്റൊരു ദർസിൽ നിന്നും, ചക്കുവള്ളിയിലുള്ള ദർസിൽ നിന്ന് ഏതാണ്ട് 30ഓളം കുട്ടികളാണ് അവിടെ എത്തിയത്. ഈ എത്തിയ കുട്ടികളുടെ മാതാപിതാക്കൾ ആരെങ്കിലും കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് വിവരമില്ല. ഈ 30ഓളം കുട്ടികൾ വന്നാൽ അവർ അഡ്മിഷൻ എടുക്കുക, അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിനൊന്നും നിയമപരമല്ലാത്ത ഒരു കാര്യത്തിനും അവിടുത്തെ പ്രഥമ അധ്യാപക തയ്യാറല്ല. അതേപോലെ തന്നെയാണ് ആ സ്കൂളിന്റെ യൂണിഫോം ധരിക്കണം, സ്കൂളിൽ വരുന്ന കുട്ടികൾ യൂണിഫോം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ അറബ് നാടുകളിലൊക്കെ ഇടുന്നത് പോലെ തോപ്പും ഈ തൊപ്പിയും ഒക്കെ ഇട്ട് വരാം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അവർ പറയുന്നത്, ഞങ്ങൾ ക്ലാസ്സുകളിൽ അധികം വരില്ല, പരീക്ഷ എഴുതും, പക്ഷെ ഇവിടുത്തെ കുട്ടികളായിട്ടിരിക്കും, പക്ഷെ അവർ പഠിക്കുന്നത് ദർസിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, അവിടുത്തെ വിദ്യാഭ്യാസമാണ്. പക്ഷെ ഈ ശാസ്താംകോട്ടയിൽ മാത്രമുള്ള കുട്ടികൾ ഏതാണ്ട് 3, 4, 5 സ്കൂൾ കഴിഞ്ഞാണ് ഈ ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിൽ വരുന്നത്. ആ സ്കൂളിലൊന്നും പോകാതെ അവർ മുൻകാലങ്ങളിൽ 5ാം ക്ലാസ് വരെ പഠിക്കാതെ അല്ലെങ്കിൽ അത്തരം മുൻ വിദ്യാഭ്യാസം സ്കൂളിൽ നേടാതെ മദ്രസ പോലുള്ള ഈ ദർസുകളിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ഉറങ്ങി ദരിദ്രരായിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്കുള്ള മാതാപിതാക്കൾ ആരെങ്കിലും വന്ന് അവിടെ ചേർക്കണമെന്നാണ് പ്രഥമ അധ്യാപക പറയുന്നത്. പക്ഷെ അതൊരു മുസ്ലിം കുട്ടികളോടുള്ള എതിർപ്പാണ്, അതുകൊണ്ടാണ് മുസ്ലിം കുട്ടികളെ അവിടെ ചേർക്കാത്തത് എന്നുള്ള രീതിയിലാണ് വ്യാപകമായിട്ട് പരാതിയും. അതേപോലെ തന്നെ യുവജന സംഘടനകളും മുസ്ലിം ലീഗിൻ്റെതും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം SFI KSU എന്നുള്ളവരെല്ലാം ചേർന്ന് ഈ അധ്യാപികയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല. അവര് ആ അധ്യാപികയാണ് ഇത്തരത്തിൽ അവിടെ അഡ്മിഷൻ കൊടുക്കാത്ത എന്നുള്ള പരാതിയും അവരെ ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്ത സമയത്താണ് പോലീസ് വന്ന് ഇടപെടുകയും പോലീസ് അതിന് സത്യാവസ്ഥ പറയുകയും ചെയ്ത് അധ്യാപികയെ പിരിച്ചുവിടാനോ അഡ്മിഷൻ കൊടുക്കാനോ പോലീസുകാർക്ക് അതിനുള്ള നിയമമില്ല. പക്ഷേ പോലീസിന്റെ സുരക്ഷിതത്വം, ഉത്തരവാദിത്തം അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ജോലിയാണ് പോലീസ് ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും ചെവിക്കൊള്ളാതെ അതിന്റെ യാഥാർത്ഥ്യ ബോധം എന്തെന്ന് മനസ്സിലാക്കാതെയാണ്. പക്ഷെ അവിടെ തന്നെ പഠിപ്പിക്കുന്ന താൽക്കാലിക അധ്യാപകരും അധ്യാപികമാരും അവർക്ക് സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഒരു സ്കൂളിൽ മിനിമം കുട്ടികൾ വേണം. ആ കുട്ടികളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഏത് തരത്തിലും ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുക എന്നുള്ള രീതിയിൽ മറ്റുള്ള അധ്യാപകന്മാരും ഒക്കെ ഈ ഹെഡ് മിസ്സസിനോട് വളരെ വൈരാഗ്യപൂർവ്വമാണ് പെരുമാറുന്നത്. പക്ഷേ ഹെഡ് മിസ്സസ് പറഞ്ഞു, ഞാനിവിടെ പ്രധാന അധ്യാപികയായി ഇരിക്കുന്നിടത്തോളം കാലം നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല. എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ അതേപോലെ തന്നെ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അതിനനുസരിച്ച് മാത്രമേ കുട്ടികളെ പഠിപ്പിക്കൂ. അവിടെ വരുമ്പോൾ സ്കൂളിൽ എത്തണം. വെള്ളിയാഴ്ച മാത്രമല്ല, വെള്ളിയാഴ്ച എല്ലാ സ്കൂളുകളിലും അല്പം നേരത്തെ വിടുമെങ്കിലും അവർക്ക് പള്ളികളിൽ പോകാനും നിസ്കരിക്കാനുമുള്ള സൗകര്യങ്ങൾ എല്ലാ സ്കൂളുകളിലും കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ വെള്ളിയാഴ്ച ദിവസമെന്നല്ല, മിക്ക ദിവസങ്ങളിൽ അവർ അവിടെ എത്തില്ല. അവർ പഠിക്കുന്നത് ദർസിൽ നിന്നായിരിക്കും. പക്ഷെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് അവരെത്തി പരീക്ഷ എഴുതാം, അവർ ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു നിലപാടാണ് അധ്യാപിക എടുത്തത്. പക്ഷെ വ്യാപകമായിട്ട് മുസ്ലിം കുട്ടികളെ അവിടെ പഠിപ്പിക്കത്തില്ല, മുസ്ലിം കുട്ടികളെ ഒഴിവാക്കി എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. സത്യാവസ്ഥ തീർച്ചയായിട്ടും സ്കൂളിന്റെ നിയമങ്ങൾ, സ്കൂളിൽ എന്താണോ നിയമങ്ങൾ, യൂണിഫോം ധരിച്ചുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളുകളിൽ അറ്റൻഡ് എടുക്കുകയും സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളെ മാത്രമേ അവരവിടെ അഡ്മിഷൻ കൊടുക്കൂ എന്നുള്ള ഒറ്റ നിലപാടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അറിയാം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിമാർ, കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ആ ഭരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ യുവജന
യുവജന സംഘടനകളെല്ലാം തന്നെ അവരുടെ ഒരു ആവശ്യവുമായിട്ട് വരികയാണ്. കുട്ടികൾ 1ാം ക്ലാസ് മുതൽ മദ്രസകളിലല്ലാതെ സ്കൂളിലെ നമ്മുടെ സിലബസിനനുസരിച്ച് സർക്കാരിന്റെ സിലബസോ CBSEയോ മറ്റുള്ള സിലബസിനനുസരിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അത്തരം സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടെ പഠിക്കാതെയും സ്കൂളിൽ വരാതെയും മറ്റൊരു സ്ഥലത്തു നിന്ന് പഠിക്കുകയും അതിന് സമയമാകുമ്പോൾ പരീക്ഷ എഴുതാനും പറഞ്ഞ അത്തരം ഒരു കാര്യത്തിനാണ് ഈ അധ്യാപക പറഞ്ഞത്. അത്തരത്തിൽ വരുന്ന ഒരു കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അതല്ലാതെ മുസ്ലിം കുട്ടികൾക്ക് വേർതിരിവ് കാണിക്കുകയോ മറ്റുള്ള കുട്ടികൾക്ക് വേർതിരിവ് കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. സർക്കാരിന്റെ കേരളത്തിലുള്ള നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ഏത് കുട്ടി അവിടെ വന്നാലും അവിടെ അഡ്മിഷൻ കൊടുക്കും. അതിൻ്റെതായ നിയമപരമായ നടപടികൾ കൂടി മാത്രമേ ചെയ്യൂ. അല്ലാതെ ഒരു നടപടിയിൽ കൂടെയും ഒരു സ്വാധീനവും ചെലുത്താൻ സമ്മതിക്കില്ല എന്നാണ് പ്രധാന അധ്യാപിക നമ്മളോട് പറഞ്ഞത്. പ്രധാന അധ്യാപികയെ വട്ടം ചേർന്ന് നിന്ന് സ്കൂളിൽ മറ്റുള്ള താൽക്കാലിക നിയമക്കാരായിട്ടുള്ളവരും താൽക്കാലികളായിട്ടുള്ളവരും അതിനെതിരെ പോരാടുന്ന അവർക്ക് ഈ പ്രധാന അധ്യാപികക്കെതിരെ അവരെ ദ്രോഹിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവരും നമ്മളോട് അവിടെ പെരുമാറുന്നത്. എന്തായാലും ഈ യുവജന സംഘടനകൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം, നീതിയുക്തമാകണം. അല്ലാതെ മറ്റുള്ള സമുദായത്തിലുള്ള ഹിന്ദു കുട്ടികളെല്ലാം കാവി വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ കുട്ടികൾ മറ്റുള്ള രീതിയിൽ വരുന്ന അങ്ങനെ മറ്റുള്ള രീതിയിൽ പല സാമുദായിക അംഗങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ ഡ്രസ് കോഡുകൾ അനുസരിച്ച് സ്കൂളിൽ വരികയെന്നെങ്കിൽ അതൊരു വിദ്യാഭ്യാസമാകില്ല. ഏത് കുട്ടികളായാലും ഒരേ യൂണിഫോം സ്കൂളിൽ നിഷ്കർഷിച്ച യൂണിഫോമിനനുസരിച്ച് സ്കൂളിൽ വരികയും പഠിക്കുകയും അതിന് വേണ്ടുന്ന അറിവുകൾ നേടുകയുമാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അതാണ് പ്രധാന അധ്യാപികയുടെ പരാതി, പ്രധാന അധ്യാപികയുടെ നിർദ്ദേശവും. അതിനെതിരെയാണ് ഇത്തരത്തിൽ കൂട്ടായ്മയായിട്ട് ആളുകൾ ചേർന്ന് ആ അധ്യാപികക്കെതിരെ രൂക്ഷമായ വിമർശനവും അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പാടുകൂടുകൂടെയൊക്കെ നിൽക്കുന്നത്. എന്തായാലും ഇത്തരം കീഴ്വഴക്കങ്ങൾ ഒരിക്കലും ശരിയല്ല. മന്ത്രിസഭ മാറിയതിന്റെ ആണോ അതോ ഭരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ധൈര്യത്തിലാണോ അതോ മറ്റുള്ള മുഖ്യമന്ത്രിയുടെ ധൈര്യത്തിലാണോ? ആരാലും ഇത്തരത്തിലുള്ള നിയമപരമായിട്ട് സർക്കാർ നിർദ്ദേശിച്ച കണക്ക് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം, അതിനുള്ള അറിവ് നേടിക്കൊടുക്കണം. അതിന് വേണ്ടി എല്ലാ യുവജന സംഘടനകളും എല്ലാവർക്കും പോരാടാം. അപ്പോൾ പ്രഥമദൃഷ്ടിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അധ്യാപികയുടെ നിർദ്ദേശവും സ്കൂൾ യൂണിഫോം അനുസരിച്ച് യൂണിഫോം ഇട്ടുകൊണ്ടും എല്ലാ ദിവസവും സ്കൂളുകളിൽ വരുന്ന അവിടുത്തെ സ്കൂൾ സർക്കാരിന്റെ നിയമം പാലിച്ച് ഏത് കുട്ടികളും മാതാപിതാക്കളോട് സ്കൂളിൽ വന്നാൽ അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റും എന്നാണ് പ്രധാന അധ്യാപക നമ്മളോട് പറഞ്ഞത്. മലയാളി വാർത്ത, രാംഭദ്രൻ. സാറേ ഇവരെ വിടത്തില്ല, അതുള്ളൂ. ഇവരെ വിടത്തില്ല. വേറൊരു കാര്യം, ഇവരെ വിടത്തില്ല. ഇവരെ ഈ നമുക്ക് കിട്ടിയ പരാതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്ക് കിട്ടിയ പരാതി കാര്യമുള്ളത് ഇതില് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഞാൻ കാര്യങ്ങൾ പറയാം. ഇവിടെ ഏത് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന പോലീസല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് ടീച്ചറെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതോ ടീച്ചറെ പിരിച്ചു വിടേണ്ടതോ പോലീസല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് പറയാനാണ് ഞാനാണോ? ഒരു പരാതി കേട്ട് അന്വേഷിക്കാൻ വരുന്നത് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ്. അത് പിന്നെ എന്തോ റീസൺ നിങ്ങൾ അവരാണ് അഡ്മിഷൻ എടുക്കുക. റീസൺ പറയാനല്ലേ പറയുന്നത്, മലയാളത്തിലല്ലേ ചോദിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 28, 29, 30 പോട്ടെ, ആ കഴിഞ്ഞ ഈ അധ്യയന വർഷം തുടങ്ങുന്ന തലേന്ന് ദിവസം വരെ ഇവിടെ വന്ന ടീച്ചർ എന്ത് ചെയ്തു? പുഴുങ്ങി തിന്നോ? ടീച്ചർ എന്താ ചെയ്തേ? ആ അത്രയും കുട്ടികളെ എന്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല? അതിന്റെ റീസൺ ഒന്ന് പറയാൻ ആ ടീച്ചറോട് മണിക്കൂറുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറിന്റെ എതിരെ മൊഴി കൊടുത്തു പറഞ്ഞ് ഒരു സഹപ്രവർത്തകയല്ലേ കടിച്ചത്,
കടിച്ചില്ലെങ്കിൽ ആ ടീച്ചർ പറയട്ടെ. ടീച്ചർ വായിക്കാത്തോട്ട് കൈ കൊണ്ട് വെച്ച് കടിച്ചു. എന്ത് ടീച്ചർ ഓക്കെ, ഈ 35 പിള്ളേർ നിങ്ങളുടെ വായിക്കാത്ത കൈ കൊണ്ട് വെച്ചോ. ഈ 35 പിള്ളേര് നിങ്ങൾക്ക് ഇതിപ്പോ വളർന്നല്ലോ. 35 പിള്ളേര് പിന്നെ നിങ്ങൾ അങ്ങനെ വെളിയിലിറങ്ങി ടീച്ചറിനെ ടീച്ചർ ഇതൊന്ന് പറ. ഈ ടീച്ചറെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു 35 പിള്ളേര് ഇവിടെ പഠിക്കാൻ വന്നു പറയും. ടീച്ചർക്ക് എന്താ പ്രശ്നം? ടീച്ചറാണോ അവർക്ക് ചെലവ് കൊടുക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ടീച്ചർ എന്തുകൊണ്ട് അഡ്മിഷൻ കൊടുക്കാത്ത റീസൺ ഒന്ന് വ്യക്തമായിട്ട് പറ. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. റീസൺ എന്ത്? നിങ്ങൾ നിയമപരമായിട്ടാ ചെയ്തത്. അത് എന്താണ് ചെയ്തത് ഞങ്ങൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെയും കൂടെ പൈസ തന്നിട്ടാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത്. അതിന് അറിയാനുള്ള ഒരു മൗലികമായ അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതെന്ത് നിങ്ങൾ തെറ്റേടില്ല. നിങ്ങൾ ചെയ്ത എന്തോന്നാണ് പറ്റി അറിയത്തില്ല. ടീച്ചറാണ് ഇവിടെ പറയുന്നത്. ഇത്രയും 35 പിള്ളേരെ ടി സി എന്ത് ചെയ്യും? ഇന്നലെ നിങ്ങൾ 2 പിള്ളേരെ എന്തിനാ റിമൂവ് ചെയ്തേ? വിത്തൗട്ട് അവര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ടി സി അവർക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് അവരെ റിമൂവ് ചെയ്ത്? ഇന്നൊരു പയ്യനെ റിമൂവ് ചെയ്തത് നിങ്ങൾ ഇവിടെ സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങളെ കാണിച്ചതാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. ആ പേരൻസിനെ നിങ്ങൾക്ക് കാണണോ? ആ പേരൻസിനെ കാണണോ? നിങ്ങൾക്കെതിരെ മൊഴി പറയാൻ 35 പേരൻസ് ഇവിടെ വരും. കാണണോ? അതുകൊണ്ടാ പറഞ്ഞത് എന്ത് റീസൺ? നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നെ ഉപദ്രവിച്ച ഏതാണ്ട് നിങ്ങൾ അകത്ത് പോകുന്നത് ഒരു കുഴപ്പമില്ല. തർക്കിച്ചൊന്നും കാര്യമില്ല. ടീച്ചർ കൃത്യമായ റീസൺ ഇന്ന കാരണത്താലാണ് ഞാൻ ഇന്നലെ ഇവിടെ അഡ്മിഷൻ കൊടുക്കാഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രശ്നം ഞങ്ങൾ ടീച്ചർ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഒരാളോട് ചോദിക്കണ്ട. ഉച്ചഭക്ഷണം പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഇവിടുത്തെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ ഉച്ചഭക്ഷണം പോലും കറക്റ്റ് ചെയ്യാത്ത ഒരു അസംബ്ലി പോലും ഇല്ലാത്ത സ്കൂളായത്. ഒരു അസംബ്ലി പോലും നടക്കുന്നില്ല. രാവിലെ ഒരു സ്കൂൾ ഒരു സ്കൂളില് അസംബ്ലി നിങ്ങൾക്ക് ശമ്പളം കിട്ടും. നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ മറുപടി ഒന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ഇത്രയും കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എടുത്തില്ല? നിങ്ങൾ ഇവിടെ ടി സി ഇങ്ങോട്ട് വന്നതല്ലേ? അതിന്റെ ലിസ്റ്റ് ഇവിടെ കാണുമല്ലോ. അത് ഞങ്ങളത് കാണിച്ചാ. ഇല്ലെങ്കിൽ അവര് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടെന്ന് അവര് റിക്വസ്റ്റ് ചെയ്ത് അത് ഞങ്ങളെ കാണിച്ചാ ഞങ്ങൾ പോകാൻ പ്രശ്നമില്ല. അതല്ലാതെ നിങ്ങൾക്ക് ഒരു മതമുണ്ട്. നിങ്ങൾ ആ മതത്തിന്റെ പേരിൽ ഇത്രയും കുട്ടികളെ ഇവിടുന്ന് മാറ്റിയത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞങ്ങൾ അതിന്റെ വ്യക്തമായ കാരണം അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിനി നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അതിന്റെ മറുപടി അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു അധ്യാപകനെ പഠിച്ചവര് അവിടെ ഉണ്ട്. ആ ടീച്ചർ അവിടെ ഉണ്ട്. ആ ടീച്ചറിനെ പോയി കണ്ടു നോക്ക്. ഈ അധ്യാപിക എന്ന് പറയാൻ പോലും അറിയാറല്ല. നിങ്ങളടുത്ത് ഞങ്ങൾ എങ്ങനെ ടീച്ചറെ വിളിക്കും? സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? 4 പ്രാവശ്യം സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാത്തോണ്ടല്ലേ? ആണോ? നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സമുദായത്തിലുള്ള കുട്ടികളോട് പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങളെ ഇവിടെ ആക്കി. ഇവിടെ ഞങ്ങളെല്ലാം എല്ലാവരും എല്ലാ ജാതിയിലുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാം ഇവിടെ ജാതി മുതലൊന്നുമില്ല ജീവിക്കുന്നതാണ്. അതിനിടയ്ക്ക് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഒരു എത്ര വർഷം കൊണ്ട് പഴക്കമുള്ള സ്കൂളായത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് വന്ന് ഒരു അധ്യാപകരെടുത്തോ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളെടുത്തോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ട അവസരം വന്നിട്ടില്ല ഇതുവരെ. നിങ്ങളൊരൊറ്റ ഒരാള്. ഇതിനു മുമ്പ് ഇതുവരെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വന്നത് പുറത്ത് വന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കാരണം ഇവിടുത്തെ ഒരു ടീച്ചർ രാജിവെച്ച് പോയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ടീച്ചർ രാജിവെച്ച് പോയില്ലേ? ഇത്രയും കുട്ടികൾ ഈ സ്ട്രെങ്ത് ഇല്ലാത്ത ഈ സ്കൂളിൽ 10-38 പിള്ളേർ പഠിക്കാൻ വന്നിട്ട് അവരെ അഡ്മിഷൻ ഒരു സമുദായത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തിയ ശരിയായിട്ടുള്ള നടപടിയാണ്. നിങ്ങൾ പറയാൻ നിയമപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. റീസൺ ഒന്ന് പറ. ഇതാ ഇന്ന കാരണത്താലാണ് ഞാൻ കൊടുക്കാത്തത് അഡ്മിഷൻ. റീസൺ അത് പറയാ. ഇത്ര പാടെന്തുവാ?
ആ റീസൺ പോലും അല്ല, ഇനി അതിനല്ല ടീച്ചറിന്റെ കാരണം എന്താ വെള്ളം ഇട്ട് വന്നതെന്ന് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് അവർ നല്ല തൊപ്പിയിരിക്കുന്നതോ അല്ല എന്ത് പ്രശ്നം എന്തോ ടീച്ചറിന്റെ ഇത് നിങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തതിന് ശേഷം ചെയ്യാലോ. അവർ വരുന്നില്ല, നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഞങ്ങൾ ആരും വരത്തു പോലുമില്ല ചോദിക്കാൻ. നിങ്ങളുടെ ഡ്യൂട്ടി അത്. ഒന്നും ചെയ്യാതെ ഈ സ്കൂളിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് വന്ന കുട്ടികളെ, അവരുടെ പാരന്റ്സിനോടൊപ്പം വന്ന കുട്ടികളെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തില്ല. എന്ത് റീസൺ? ആ കാര്യം മാത്രം ഞങ്ങൾ ചോദിക്കണം. റീസൺ ഒന്നും പറയൂ. റീസൺ ഒന്നും പറയാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കാണിക്കുന്നത് ഒന്നും നല്ല നടപടിയല്ല. മാന്യമായിട്ടല്ലാതെ ഒരു കാര്യം ടീച്ചറിന് ചോദിച്ചില്ല. വൈകുന്നേരം വരെ ഇവിടെ വാ മൂടി ഇരുന്നിട്ട്